അണ്ടർ 15,000 സെഗ്മെന്റിലെ ഏറ്റവും ലേറ്റസ്റ്റ് ലോഞ്ചാണ് ഇൻഫിനിക്സിന്റെ നോട്ട് 50S. ആൻഡ് പറയാതിരിക്കാൻ വയ്യ, വളരെ ബുദ്ധിപരമായിട്ടാണ് ഈ ഫോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പോരായ്മകളൊന്നും ഇല്ലാത്ത പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആയ ഒരു ഫോണിന്റെ ഇംപ്രഷനാണ് ഇത് നമുക്ക് തരുന്നത്. പക്ഷെ നമുക്കറിയാം, ദിസ് ഇസ് എ ബഡ്ജറ്റ് ഫോൺ. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ആയിട്ട് കമ്പനിക്ക് ചെലവ് ചുരുക്കിയേ പറ്റൂ. സോ ഇന്നത്തെ വീഡിയോയിൽ ഈ കോസ്റ്റ് കട്ടിങ്സ് എവിടെയൊക്കെയാണെന്നും എങ്ങനെയാണ് ഇത് നമ്മൾ കസ്റ്റമേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതിന്റെ ബോക്സ് കണ്ടന്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കവർ അടക്കം നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. ഇനി ബിൽഡ് ക്വാളിറ്റി നോക്കുവാണെങ്കിൽ ഇതിന്റെ ബ്ലൂ കളർ വേരിയന്റ് വീഗൻ ലെതർ ഫിനിഷിലും ഇതിന്റെ ഗ്രേ ആൻഡ് റെഡ് കളർ വേരിയന്റ് മെറ്റൽ ഫിനിഷിലുമാണ് വരുന്നത്. ഒപ്പം മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റിയുടെ സർട്ടിഫിക്കേഷനും ഈ ഡിവൈസിന് കിട്ടിയിട്ടുണ്ട്. IP64 റേറ്റിംഗ് ഉണ്ട്. 180 ഗ്രാംസിന്റെ ലൈറ്റ് വെയിറ്റ് കാറ്റഗറിയിലാണ് ഇത് വരുന്നത്. ഇനി ഇതിന്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ 6.78 ഇഞ്ചിന്റെ ഫുൾ HD+ 10-bit കേർവ്ഡ് ആമോലെഡ് ഡിസ്പ്ലേ ആണ് ഇവിടെ വരുന്നത്. ഒപ്പം 144 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും ഉണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മൾ ഹൈ ആയി സെറ്റ് ചെയ്താൽ 3-4 ആപ്ലിക്കേഷൻസിൽ മാത്രമാണ് ഈ 144 ഹെർട്സ് നമുക്ക് കിട്ടുന്നത്. ബാക്കി എല്ലാത്തിലും മാക്സിമം 120 ഹെർട്സ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ബ്രൈറ്റ്നസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഔട്ട്ഡോർ വിസിബിലിറ്റി നമുക്ക് കാണാൻ സാധിക്കും. യൂട്യൂബിൽ 4K HDR വീഡിയോസ് പ്ലേ ചെയ്യാൻ പറ്റും. ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇൻ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സെൻസറും വരുന്നുണ്ട്. പെർഫോമൻസ് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന MediaTek Dimensity 7300 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ഇതിന്റെ റാം നോക്കുകയാണെങ്കിൽ 8GB ഓഫ് LPDDR5X റാം ആണ് കിട്ടുന്നത്. സോ കുറച്ച് പേർക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, LPDDR5X റാം ഉള്ള ഫോൺ വാങ്ങണോ അതോ UFS 3.1 സ്റ്റോറേജ് തരുന്ന ഫോൺ വാങ്ങണോ എന്ന്. പെർഫോമൻസ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ലോങ് ടേമിൽ സ്മൂത്ത് ആയിട്ട് പ്രവർത്തിക്കുക നല്ല ക്വാളിറ്റി റാം ഉള്ള ഫോണുകളാണ്. ഇനി ഇതിന്റെ റോം നോക്കുകയാണെങ്കിൽ UFS 2.2 ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ബേസ് വേരിയന്റ് 128GB ആണ്. ഗെയിമിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടിയിലാണ് ഈ പറഞ്ഞ 90 FPS ഗെയിമിംഗ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. BGMIയിൽ 60 FPS ഗെയിമിംഗ് മാത്രമേ അൺലോക്ക് ചെയ്ത് തന്നിട്ടുള്ളൂ. ഫോണിന്റെ ക്യാമറാസ് നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ ഒരു 64+2 മെഗാപിക്സലിന്റെ ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. ഇതിന്റെ ഫോട്ടോ സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, വളരെ വിവിഡ് ആയിട്ടുള്ള അട്രാക്റ്റീവ് കളേഴ്സ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ലൈറ്റ് കൺട്രോളും നല്ലതാണ്. 50 മെഗാപിക്സൽ ക്യാമറയുമായി വരുന്ന ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ ഡീറ്റെയിൽസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ നമുക്ക് 2x പോർട്രേറ്റ് ഷോട്ട്സ് ഇവിടെ എടുക്കാൻ പറ്റും. ആൻഡ് ലോ ലൈറ്റ് കണ്ടീഷൻസിലും ഇത് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സെൽഫി ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ 13 മെഗാപിക്സലിന്റെ ക്യാമറയാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഫോർ ദ പ്രൈസ് നല്ല ഡീസെന്റ് പെർഫോമൻസ് ആണ്. വീഡിയോ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ മെയിൻ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് 4K 30 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഫോട്ടോഗ്രാഫിയിൽ പറഞ്ഞ പോലെ തന്നെ അതേ കാർ സയൻസ് ആൻഡ് ഡീറ്റെയിൽസ് ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ സ്റ്റെബിലൈസേഷൻ വളരെ കുറവാണ്. ആൻഡ് സെൽഫി ക്യാമറ ഉപയോഗിച്ചും നമുക്ക് അഗൈൻ 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെയും സ്റ്റെബിലിറ്റി ഇല്ല. സോഫ്റ്റ്വെയർ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന XOS 15, അതായത് Android 15 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. ആൻഡ് 2+3 ഇയേഴ്സ് ഓഫ് അപ്ഡേറ്റ്സ് കമ്പനി പ്രോമിസ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻഫിനിക്സ് പൊതുവെ അവരുടെ പ്രോമിസ് കീപ്പ് ചെയ്യുന്ന കൂട്ടത്തിലല്ല. കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഫോണിന് ലോങ് ടേം സോഫ്റ്റ്വെയർ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരുപാട് ചിലവുള്ളൊരു കാര്യമാണ്. ബിക്കോസ് പഴയ ഫോണിന്റെ ഹാർഡ്വെയറുമായിട്ട് പുതിയ സോഫ്റ്റ്വെയറിനെ കമ്പാറ്റബിൾ ആക്കണം, ഒരുപാട് ടെസ്റ്റിങ് ചെയ്യണം. പക്ഷെ പ്രോമിസ് ചെയ്താലും അതെപ്പോഴും അവർ ഡെലിവർ ചെയ്യാറില്ല. ഈ ഫോണിന്റെ കേസിൽ അങ്ങനെ തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. പക്ഷെ അവരുടെ ഹിസ്റ്ററി വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. ഇനി XOS 15 കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ 3-4 ബ്ലോട്ട്വെയറുകൾ മാത്രമേ വരുന്നുള്ളൂ. അതെല്ലാം നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ ഒരു ക്ലീൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ ലഭിക്കും. അടുത്തതായി നല്ല സ്മൂത്ത് ആനിമേഷൻസും ഇവർ കൊടുത്തിട്ടുണ്ട്. ഫീച്ചേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ FOLAX AI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസിസ്റ്റന്റ് ഇവിടെ വരുന്നുണ്ട്. സ്റ്റുഡൻസിന് ഇത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം PDF നോട്ട്സ് സമ്മറൈസ് ചെയ്യാനും നമ്മുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം തരാനും പറ്റുന്ന ഒരു ഇന്റലിജന്റ് അസിസ്റ്റന്റ് ആണ് ഫോണിൽ ഇൻബിൽട്ട് ആയിട്ട് വരുന്നത്. ഒപ്പം സർക്കിൾ ടു സെർച്ച്, AI ഇറേസർ എന്നിങ്ങനെയുള്ള മറ്റ് ഫോണുകളിലും കാണപ്പെടുന്ന കോമൺ ആയിട്ടുള്ള AI ഫീച്ചേഴ്സും ഇവിടെ വരുന്നുണ്ട്. ഒപ്പം ഹേലോ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ വരുന്നുണ്ട്. ബാക്ക് സൈഡിലെ LED നോട്ടിഫിക്കേഷൻസിനായിട്ട് അലേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഒപ്പം AI വാൾപേപ്പർ ജനറേഷന്റെ ഒരു ഫീച്ചർ കൂടി വരുന്നുണ്ട്. കണക്ടിവിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 10 5G ബാൻഡ്സ് വരുന്നുണ്ട്. ബ്ലൂടൂത്ത് 5.4 ഉണ്ട്. Wi-Fi 6ന്റെ സപ്പോർട്ട് ഉണ്ട്. IR ബ്ലാസ്റ്ററും ഉണ്ട്. NFC ഇല്ല, ഹെഡ്ഫോൺ ജാക്കും ഇല്ല. ആൻഡ് ഡുവൽ നാനോ സിം സ്ലോട്ട് ആണ്. സോ SD കാർഡ് ഇടാനുള്ള ഓപ്ഷനും ഇല്ല. മറ്റുള്ള സ്പെസിഫിക്കേഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രി ട്രെൻഡ് അനുസരിച്ച് 6000 mAhന്റെ ബാറ്ററി അല്ല 5500 mAhന്റെ ബാറ്ററിയാണ് ഇവിടെ വരുന്നത് വിത്ത് 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ്. ആൻഡ് അത്യാവശ്യം നന്നായിട്ട് ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് സെയിം ബാക്കപ്പ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. ഇവിടെ ഡുവൽ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ആൻഡ് ഇത് JBLന്റെ ആണ്. ആൻഡ് ഡുവൽ മൈക്കും വരുന്നുണ്ട്. ഫൈനലി എനിക്ക് പറയാനുള്ളത്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒരു വിഷയമല്ലാത്തവർക്ക് അറൌണ്ട് 15,000 എന്ന ബജറ്റിൽ 3-4 കൊല്ലം സ്മൂത്തായി പ്രവർത്തിക്കാൻ എളുപ്പമുള്ള ബെസ്റ്റ് ഓൾറൗണ്ടർ ഫോണാണ് ഇത്.